ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് മാക്രോണിയാണ്. അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈറ്റ് സോസ് മാക്രോണി എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനെ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചതാണ്, ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അത് ഞാനൊരു 7-8 കപ്പിൻ്റെ അടുത്തോളം വെള്ളം അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 കപ്പ് മാക്രോണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നോ അതിൻ്റെ ഒരു ഇരട്ടീൻ്റെ അടുത്ത് നമ്മൾ വെള്ളം അതിൽ എടുക്കണം. എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. മറ്റേ ഇടയ്ക്ക് അത് താഴെ പറ്റിപ്പോവും. നമ്മൾ ഇളക്കാതെ വിട്ട് കഴിഞ്ഞാൽ മാക്രോണി താഴെ പറ്റി പിടിച്ചു പോകും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് എണ്ണയും കൂടെ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ മാക്രോണീസ് വേവുന്ന സമയത്ത് പറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുവിധം കുക്കായിട്ട് വരും. നമുക്ക് ഓരോന്നെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കിയാൽ അറിയാം. അതിന് നന്നായിട്ട് നല്ല പോലെ വെന്ത് പോകരുത്. നല്ല പോലെ വെന്ത് പോയത് കുഴഞ്ഞു പോകും. അത്യാവശ്യം നല്ലൊരു വേവായി കഴിയുമ്പോൾ നമുക്കതിനെ വെള്ളത്തിൽ നിന്ന് അതേപോലെ നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. ഞാനിപ്പോൾ അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാക്രോണി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് എടുത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഓണിയൻ ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്ക്വയർ ആക്കിയിട്ട് മുറിച്ചതാണ്. അപ്പോൾ ഞാൻ എത്രയെങ്കിലും ഞാൻ വെജിറ്റബിൾസ് ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണിയൻ്റെ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു 1/2 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം വലുപ്പത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഈ വെജിറ്റബിൾസ് കാണുമ്പോൾ അവരങ്ങനെ കഴിക്കാൻ ചാൻസ് കുറവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചത്. കൂടെ കുറച്ച് ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം തന്നെയാണ് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. വല്ലാതെ വഴറ്റണ്ട. ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ക്യാരറ്റും ഈ എന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. ഞാനതൊരു 4 ടീസ്പൂൺ എടുത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു പൊരിയുന്ന പോലെ അങ്ങനെ ഒരു ഇതായി കഴിയണം. അതിൻ്റെ ഒരു പച്ച ഒരു സ്റ്റൈലൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അതൊരു കപ്പിൻ്റെ അടുത്താണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേഗം ചെയ്യണം. ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മൈദ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അത് കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാക്രോണിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഈ വൈറ്റ് സോസിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയായിട്ടും ഇനി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടിടാം. ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതാണ് ഒറിഗാനോ. നമ്മൾ ഈ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കൊടുക്കുന്ന ഒറിഗാനോ, അതാണ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ടൈറ്റായി വരും. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/4 കപ്പിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പം ചില്ലി ഫ്ലേക്സ് ആയിട്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അതും കൂടെ അതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ അങ്ങനെ അതിനൊരു ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് മാക്രോണി വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വൈറ്റ് സോസൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് വളരെ സെമി ഗ്രേവി ആയിട്ടാണുള്ളത്. പൊതുവേ അങ്ങനെയാണ് കാണുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി മാക്രോണി വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസ് കയ്യിലില്ലെങ്കിൽ വെജിറ്റബിൾസ് ഇല്ലാതെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബട്ടറിലേക്ക് എന്ത് ചെയ്യുക, മൈദ ചേർത്ത് അതിലേക്ക് പാലൊഴിച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുക. എന്നിട്ട് സെയിം മെത്തേഡ് ചെയ്യാം. മാക്രോണിയുടെ അതിലേക്ക് ഉപ്പും കുരുമുളകും ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കണം. ഒറിഗാനോ കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിലേക്ക് വരിക.
അപ്പം വെജിറ്റബിൾസ് ചേർത്ത് കഴിച്ചാൽ കുട്ടികൾക്ക് വെജിറ്റബിൾസും കൂടെ കഴിച്ചോളും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികളുടെ ലഞ്ചിനും ഇനിയല്ല വൈകുന്നേരം വരുമ്പം ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.